നമ്മൾ ഫൈനൽ അക്കൗണ്ട്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഭാഗം പഠിച്ചു കഴിഞ്ഞു. ഇനി ഫൈനൽ അക്കൗണ്ട് ഒരു ഭാഗം കൂടി പഠിക്കാനുണ്ട്, ലാസ്റ്റ് ഭാഗം, ഫൈനൽ അക്കൗണ്ടിന്റെ ലാസ്റ്റ് ഭാഗം. അതിനെ ബാലൻസ് ഷീറ്റ് എന്നാണ് പറയുക. കേട്ടിട്ടുണ്ടോ ബാലൻസ് ഷീറ്റ് നിങ്ങൾ? ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബാലൻസ് ഷീറ്റ് ബാക്കി പത്രം. അമൽ, അമൽ, എന്ത് പറ്റി നിനക്ക്? എന്ത് പറ്റി? എഴുന്നേക്ക്, എഴുന്നേക്ക്. എന്താ എനക്ക് പ്രശ്നം? ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ലല്ലോ. ഇന്നലെ ഒരുപാട് എഴുതാനുണ്ടായിരുന്നു, താമസിച്ചാണ് ഉറങ്ങിയത്. നീ എഴുതുന്നതിൻ്റെ ഗുണമൊന്നും ക്ലാസ്സിൽ ഞാൻ കാണുന്നില്ല. ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല. ഇതെന്തായാലും മാറ്റിയേ പറ്റൂ. നിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആ കൊമേഴ്സിലെ അമലേ, ഈയിടെയായിട്ട് പുള്ളിക്കാരൻ എന്തോ കാര്യമായ മാറ്റം ശ്രദ്ധിച്ചായിരുന്നോ? അമലല്ലേ അമൽ? ഞാൻ കുറച്ച് ദിവസം മുമ്പ് പറയണമെന്ന് വിചാരിച്ചായിരുന്നു. സാർ അവന് കൂടുതൽ പ്രശ്നമുണ്ടെങ്കിൽ കൗൺസിലിങ്ങിന് വിടുന്നതായിരിക്കും നല്ലത്. ഏതായാലും നമ്മുടെ സ്കൂളിൽ കൗൺസിലർ ഉണ്ടല്ലോ സാറേ, ശരിയാക്കാം. അതെ, ഏതായാലും അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. എന്താ? എന്തു പറ്റി? എന്തു പറ്റി? നിങ്ങൾ എന്ത് ചെയ്തു ഈ കുട്ടിയെ? അമലേ, അമലേ, എന്താ മോന് പറ്റിയത്? ടീച്ചറോട് പറ. ഏതായാലും മാഡം സംസാരിക്കും. ഇരിക്കെ. മോൻ എന്തു പറ്റി? ക്ലാസ്സിലൊക്കെ അശ്രദ്ധമായിരിക്കുന്നുവെന്ന് സാറ് പറഞ്ഞല്ലോ. ഇല്ല ടീച്ചർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പിന്നെന്താ എത്ര അശ്രദ്ധ? എന്താ ഈ വയലൻസ്? നീ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടോ? ആ ബാഗ് ഇങ്ങട്. ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടി? ഇതിലേക്ക് നീ എങ്ങനെ എത്തി? ആരെത്തിച്ചു? ഇനി നിന്നോട് പോലീസ് സംസാരിക്കട്ടെ? വേണ്ട മാഡം, ഞാൻ പറയാം. അതുലിൻ്റെ ചേട്ടനാ എനിക്കിത് ആദ്യമായിട്ട് തന്നത്. പിന്നെ ഇതെനിക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റാതായി. ഇത് കിട്ടാതാവുമ്പോഴേ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ. അങ്ങനെ ഞാൻ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കും. വീട്ടിൽ അച്ഛനും അമ്മയൊന്നും ശ്രദ്ധിക്കാറില്ലേ? ഞാൻ അവരോട് സംസാരിക്കാറില്ല. അവർ റൂമിലേക്ക് വരാറില്ലേ?
ഇല്ല, റൂം ലോക്ക് ചെയ്യും. ഇത് നീ എത്ര നാളായി യൂസ് ചെയ്യുന്നു? മറ്റാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? 1 മാസമായിട്ട് ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഫ്രണ്ട്സിന് കൊടുത്താൽ എനിക്ക് പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നിന്നെ എത്തിക്കുന്നത് ജുവനൈൽ ഹോമിലേക്കും ക്യാൻസറിലേക്കുമാണെന്ന് വ്യക്തമായി അറിയാം അല്ലേ? നിനക്ക് കഥകൾ ഇഷ്ടമാണോ? നിന്നോട് ഞാനൊരു കഥ പറയാം. പീരിയോഡിക് ടേബിൾ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള കാര്യമാണല്ലോ അല്ലേ? അതിൻ്റെ മൂലകങ്ങൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നൊക്കെ നമുക്കറിയാം. അതിൻ്റെ ആദ്യത്തെ മൂലകങ്ങൾ ഏതാണ്? ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം എന്നിങ്ങനെ തുടരും. ഇനി റിയാക്ടിവിറ്റി സീരീസ് എന്താണെന്ന് നോക്കാം. റിയാക്ടിവിറ്റി സീരീസ്. ഇതിൽ ആദ്യം വരുന്നത് പൊട്ടാസ്യം. പൊട്ടാസ്യം കഴിഞ്ഞ് ഇതെന്തെടുത്തോണ്ടിരിക്കുക അവിടെ? ബാഗ് തുറക്കി അടയ്ക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, അതെന്തെടുക്കുമായിരുന്നു അതിനകത്ത്? അതെന്റെ പേന തെളിയുന്നുണ്ടായിരുന്നില്ല ടീച്ചർ. അതിനാണോ ഇത്രയും തവണ ബാഗ് എടുക്കി അടയ്ക്കൊക്കെ ചെയ്യുന്നത്? ക്ലാസ് ശ്രദ്ധിച്ചിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് HM അടുത്തേക്ക് പോവാം. ബാ. വേണ്ട ടീച്ചർ, ഞാനിത് ആവർത്തിക്കത്തില്ല. ആ നിങ്ങളുടെയൊക്കെ ശ്രദ്ധ എവിടാണ്? ഏതെങ്കിലും കെമിക്കൽ കുട്ടികളുടെ കാല് വീഴുന്നെങ്കിലോ? ഇനി നിന്നെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. ബാഗ് എടുത്ത് എന്റെ കൂടെ വാ. ബാഗ് എവിടെ വെക്ക്? ഞാൻ അമ്മയെ വിളിച്ചിട്ടുണ്ട്. അമ്മ ഇങ്ങി വരട്ടെ. നിനക്കെന്താ പ്രശ്നം? നിന്റെ ശ്രദ്ധ എവിടെയാ? ലാബിലാ ശ്രദ്ധ, ക്ലാസ്സിലും അത് തന്നെ. ഈ ബാഗിൽ എന്താ എപ്പോഴും തപ്പി പറക്കുന്നത്? ഇതിലെന്താ ഇരിക്കുന്നത്? ഞാനൊന്ന് നോക്കട്ടെ. വേണ്ട ടീച്ചർ, ബാഗിലൊന്നുമില്ല ടീച്ചർ. ടീച്ചർ ഫോൺ ഇതെങ്ങനെ നിന്റെ വന്ന്? ടീച്ചർ, അതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാ, ബാഗിൽ വെക്കാൻ തന്നത്. ഏത് ഫ്രണ്ട്? ഉത്തരവില്ലെങ്കിൽ നമുക്ക് HM അടുത്തേക്ക് പോവാം. വേണ്ട ടീച്ചർ, പറയണ്ട. സോറി. നിനക്കിത് ആരാ തന്നത്? റോഷൻ. റോഷനോ? അതാര്? ബസ് സ്റ്റോപ്പിൽ വെച്ചാൽ ഞാൻ റോഷനെ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെയും ഞങ്ങൾ പലതവണ കണ്ടിട്ടുണ്ട്. എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പം ഞാനും ഇഷ്ടപ്പെട്ടു പോയി. റോഷനെ കൂടാതെ എനിക്ക് മുന്നോട്ട് പോകാനാകില്ലെന്നായി. എനിക്കവൻ സ്ഥിരമായി ചോക്ലേറ്റ് തരുമായിരുന്നു. ആ ചോക്ലേറ്റുകൾ എനിക്ക് വല്ലാത്തൊരു ലഹരിയായിരുന്നു.
അത് കിട്ടാതെ എനിക്ക് പറ്റില്ലെന്ന അവസ്ഥയിലായി. അത് കിട്ടാൻ വേണ്ടി ഞാൻ എൻ്റെ പറയ ന്യൂഡ് ഫോട്ടോസ് അയച്ചു കൊടുത്തു. പിന്നെ മറ്റാരുടെയെങ്കിലും വീഡിയോസ് എടുത്ത് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ അതും ചെയ്തു. ഇത് നിന്റെ അമ്മയല്ലേ? ടീച്ചർ, ഞാൻ ഞങ്ങളുടെ ബാത്റൂമിൽ നീ ക്യാമറ വെക്കില്ലെന്ന് എന്താ ഉറപ്പ്? സോറി ടീച്ചർ, പറ്റിപ്പോയി. തെറ്റാണ് ടീച്ചർ ഞാൻ ചെയ്തേ. ഓർക്കാനാവാത്ത തെറ്റ്. ഒന്നും എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ടീച്ചർ. ക്ഷമിക്കണം ടീച്ചർ, എന്നോട് ക്ഷമിക്കണം. എന്റെ കുഞ്ഞിന് എന്ത് പറ്റി? വയ്യാതായോ? വീണോ? എന്ത് പറ്റി ടീച്ചർ എന്റെ കുഞ്ഞിന്? മോളെ. എഴുന്നേക്ക്. മോളായത് ചെയ്തത്. എന്റെ ദൈവമേ, നീയാണോടി ഇത് ചെയ്തത്? പറയടി, ഇത് ചെയ്തത് നീയാണോ? സോറി സോറി. എനിക്ക് ഇങ്ങനെ ഒരു മകൾ വേണ്ട. അവള് നമ്മുടെ കുട്ടിയല്ലേ, ചെയ്തത് തെറ്റ് തന്നെയാണ്. അവക്ക് നമ്മുടെ സഹായം ആവശ്യമുണ്ട്. ഇപ്പോ നമ്മളത് ചെയ്തില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും നമുക്കതിന് കഴിയില്ല. ഞാനിനി എന്ത് വേണം ടീച്ചർ? നമുക്ക് ഒരുമിച്ച് ശ്രമിച്ച് അവളെ പഴയതിലും മിടുക്കിയാക്കി മാറ്റണം. ഇനി നടക്കാൻ പോകുന്നത് ശ്രീമതി നിളയുടെ പുസ്തക പ്രകാശനമാണ്. നമ്മുടെ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിനിയായിരുന്നു, ഇപ്പോൾ സ്കൂളിൻ്റെ കൗൺസിലറായി പ്രവർത്തിക്കുന്നു. ശ്രീമതി നിളയുടെ അനുഭവങ്ങളെല്ലാം പുസ്തക രൂപത്തിലാക്കിയിട്ടുണ്ട്. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി ജില്ലാ പഞ്ചായത്ത് മെമ്പറെ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിനായി പ്രിൻസിപ്പലിനെയും ക്ഷണിക്കുന്നു.
ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഇന്ന് എൻ്റെ ഒരു പുസ്തക പ്രകാശനം ഇവിടെ നടന്നു കഴിഞ്ഞുവല്ലോ. ബോധപൂർവമല്ലാതെ മയക്കുമരുന്നിൻ്റെ ലോകത്തേക്ക് എത്തിപ്പെടുകയും അതിൽ എരിഞ്ഞു തീരുകയും ചെയ്യുമായിരുന്ന എന്നെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത് എൻ്റെ അധ്യാപകരും രക്ഷകർത്താക്കളുമാണ്. എൻ്റെ പുസ്തകം അവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു. പ്രിയ കൂട്ടുകാരെ, ഒരുപക്ഷെ നിങ്ങൾക്ക് മയക്കുമരുന്നിൻ്റെ ഇരുണ്ട ലോകത്തെക്കുറിച്ച് കൂടുതൽ ധാരണയുണ്ടാകില്ല. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ ഡിഫൻസിൻ്റെ 2019 സർവേ പ്രകാരം 7.2% സ്കൂൾ കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്നാണ് കണ്ടെത്തൽ. ലോകത്ത് ഇന്ന് മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൊണ്ടുള്ള ശാരീരിക മാനസിക രോഗങ്ങളാൽ മരണപ്പെടുന്നത് ആയിരക്കണക്കിന് മനുഷ്യരാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ഒരു തെരുവ് നായിയെപ്പോലെ അലഞ്ഞൊടുങ്ങേണ്ടതല്ല ഒരു വിദ്യാർത്ഥിയും. വിദ്യാർത്ഥികളായ നിങ്ങൾ ഓരോരുത്തരുമാണ് നാളത്തെ ഈ രാജ്യത്തിൻ്റെ സമ്പത്ത്. ഇന്ന് പ്രകാശനം ചെയ്യുന്ന ഈ പുസ്തകം മയക്കുമരുന്നിൻ്റെ ലോകത്തു നിന്നും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന എൻ്റെ പുനർജീവനത്തിൻ്റെ അനുഭവ സാക്ഷ്യങ്ങളാണ്. മയക്കുമരുന്നിനെതിരെ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. അറിഞ്ഞുകൊണ്ട് തീയിലേക്ക് കാൽ വയ്ക്കുകയല്ലേ നീ ചെയ്തത്? ശരീരം മുഴുവൻ ആ തീ ആളിപ്പടർന്നാൽ പിന്നെ നിന്നെ രക്ഷിക്കാൻ ഞങ്ങൾക്കൊന്നും കഴിയാതെ വരും. അമൽ, നീ സങ്കടപ്പെടേണ്ട, ഞങ്ങളുണ്ട് നിന്റെ കൂടെ. കരയാതെ, ക്ഷമിക്കേണ്ട, സാരമില്ല. യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈംസിൻ്റെ 2019 സർവേ പ്രകാരം ഇന്ത്യയിലെ 61% ഡ്രഗ് യൂസേഴ്സും അവരുടെ 13-17 വയസ്സിനുള്ളിൽ തന്നെ ലഹരി ഉപയോഗിച്ചു തുടങ്ങുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലും അമൽ അവൻ്റെ രക്ഷാകർത്താക്കളുടെയും അധ്യാപകരുടെയും സഹായത്തോടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുന്നു.